ചില ആളുകൾ പുറത്ത് ഫ്രണ്ട്ലി ആയിട്ട് തോന്നും, ഈസിലി ഗോയിങ്, സ്മൈൽ ചെയ്യുന്നവർ. പക്ഷെ അവരുടെ മനസ്സിൽ ഒരു ഇൻവിസിബിൾ വാളുണ്ടാവും. ആ കവാടം കടന്ന് റിയലായി എത്താൻ എല്ലാവർക്കും പറ്റില്ല. അതാണ് അനിഴ നക്ഷത്രം. അനിഴ നക്ഷത്രക്കാർക്ക് ഫ്രണ്ട്ഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആളുകളെ കണക്ട് ചെയ്യാൻ നാച്ചുറലി കഴിയും. ഗ്രൂപ്പിൽ പ്രസൻസ് ഉണ്ടാവും. പക്ഷെ നിങ്ങളെല്ലാവരെയും ഹൃദയത്തിൽ കയറ്റില്ല. ട്രസ്റ്റ്, അതായത് വിശ്വാസം കിട്ടാൻ സമയമെടുക്കും. പക്ഷെ ഒരു തവണ വിശ്വാസം കിട്ടിയാൽ ലൈഫ് ലോങ് നിൽക്കും. അനിഴ നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്താണെന്ന് അറിയോ? ലോയൽറ്റിയാണ്. ഇവർ ഒരാളെ ജെന്യൂനായി കെയർ ചെയ്താൽ അവർക്കായി ഫൈറ്റ് പോലും നിങ്ങൾ ചെയ്യും. പക്ഷേ ഏറ്റവും വലിയ വീക്ക്നെസ് എന്താണെന്നറിയോ? ഹിഡൻ ഇമോഷണൽ ഇൻറ്റൻസിറ്റി. പുറത്ത് നല്ല ചില്ലായിട്ടുള്ള അഭിനയമൊക്കെ ആയിരിക്കും, പക്ഷെ ഉള്ളിൽ അറ്റാച്ച്മെൻറ്റ് ഡേഞ്ചറസ് ലെവലിലാണ്, ഡീപ്പായിരിക്കും. ജലസി സൈലൻ്റ്ലി എന്തായാലും ഉണ്ടാവും. പൊസസീവ്നെസ്സും നിങ്ങൾക്ക് സീക്രറ്റ്ലി നന്നായിട്ട് ഉണ്ടാവും. പക്ഷെ പുറത്തും അത് ഫുള്ളി കാണിക്കില്ല. നിങ്ങൾ ഹേർട്ടായാൽ ഇമ്മീഡിയറ്റ് റിയാക്ഷൻ കാണിക്കണമെന്നില്ല, സൈലൻ്റ് ആയിട്ട് മാറും. പക്ഷെ മനസ്സിലെല്ലാം ഓർത്തിരിക്കും. ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ അനിഴ നക്ഷത്രക്കാർക്ക് ഇമോഷണലി ഡ്രെയിനിങ് ആയിരുന്നു. ഫ്രണ്ട്ഷിപ്പ് ഇഷ്യൂ, ഈ റിലേഷൻഷിപ്പിലെ കൺഫ്യൂഷൻ, കരിയറിൽ പ്രഷർ, സാമ്പത്തികമായിട്ടുള്ള സ്ട്രെസ്സ്. പുറത്ത് നോർമൽ പോലെ നടന്നെങ്കിലും ഉള്ളിൽ ട്രസ്റ്റ് ഇഷ്യൂ ബിൽഡായിരുന്നു. അതായത് വിശ്വാസത്തിൻ്റെ പ്രോബ്ലം എന്തായാലും ഉണ്ടായിരുന്നു. ചിലർക്കോ ലോൺലിനെസ് ഫീൽ ചെയ്തേക്കാം, അതായത് ഒറ്റപ്പെടൽ എന്തായാലും ഫീൽ ചെയ്തിട്ടുണ്ടാവും. ചിലർക്ക് എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരാൾ കുറവാണ് എന്ന ഫീലിങ്സും വന്നിരിക്കാം. പക്ഷേ ജൂൺ മാസത്തിൽ അങ്ങനെയല്ല. ജൂൺ മാസം അനിഴ നക്ഷത്രക്കാർക്ക് ഒരു കണക്ഷൻ മന്താണ്. കരിയറിലാണെങ്കിൽ കരിയർ സൈഡ് ഒരു നെറ്റ്വർക്കിംഗ് ബെനിഫിറ്റ് എന്തായാലും ഉണ്ടാവും. ടീം വർക്ക്, ലീഡർഷിപ്പ്, പബ്ലിക് ഡീലിംഗ് ഇവയിൽ വളരാൻ സാധ്യതയുണ്ട്. ആളുകൾ നിങ്ങളുടെ റിലയബിലിറ്റി എന്തായാലും നോട്ടീസ് ചെയ്യും. പക്ഷേ ഇമോഷണൽ സ്ട്രെസ് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് കോൺസെൻട്രേഷന് ബാധിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ഓഫീസ് പൊളിറ്റിക്സ് ആരെങ്കിലും പറ്റിക്കുണ്ടോ എന്നുള്ളത് നിങ്ങൾ നന്നായിട്ട് തന്നെ ഒബ്സർവ് ചെയ്യണം. റിലേഷൻഷിപ്പ് സൈഡ് നല്ല ഡീപ്പാണ്. കാഷ്വൽ ആയിട്ടുള്ള ഫീലിങ്സ് ഇഷ്ടമല്ല. റിയൽ ഇമോഷണൽ ബോണ്ടിങ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. സിംഗിൾ ആയവർക്ക് സ്ട്രോങ് ഇമോഷണൽ കണക്ഷൻ വരാം. കമ്മിറ്റഡ് ആയവർക്ക് അറ്റാച്ച്മെന്റ് ഇൻക്രീസ് ആകാം. പക്ഷെ പൊസസീവ്നെസ് പ്ലസ് ഇൻസെക്യൂരിറ്റി ഫൈറ്റ് എന്തായാലും ഉണ്ടാവും. വേറെ ആൾക്കാരെ പറ്റിയിട്ട് ചൊല്ലലൊക്കെയാണ് അടി ഉണ്ടാവുക. ഒരു ചെറിയ ഡിസ്റ്റൻസ് പോലും മൈൻഡ് ഇങ്ങനെ ഓവർ തിങ്കിങ് ചെയ്യും. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ സാമ്പത്തികമായിട്ടൊരു സ്റ്റേബിൾ ഗ്രോത്തിന് സാധ്യതയുണ്ട്. ഫ്രണ്ട്സ്, നെറ്റ്വർക്ക് വഴി ഓപ്പർച്യൂണിറ്റീസ് വരാം. പക്ഷേ ഇമോഷണൽ സ്പെൻഡിങ് വളരെ ഡേഞ്ചറാണ്. മറ്റുള്ളവരെ സഹായിക്കൽ, ഗ്രൂപ്പ് എക്സ്പെൻസ്, അൺഎക്സ്പെക്റ്റഡ് കമ്മിറ്റ്മെൻറ്റ്, കടം കൊടുക്കൽ, ഇതൊന്നും ചെയ്യരുത്. ഒരു പാർട്ടിക്ക് പോയാൽ എല്ലാവരുടെയും പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ചെയ്യുകയും ചെയ്യരുത്. പാർട്ടിക്ക് പോവാണ്ട് വേറെ സമാധാനത്തിൽ ഇരിക്കണ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ജൂൺ മാസം അനിഴ നക്ഷത്രക്കാർക്ക് ഏറ്റവും വലിയ യുദ്ധം ചിലപ്പോൾ ഉണ്ടാവാൻ പോകുന്നത് വിശ്വാസത്തിലും സെൽഫായിട്ട് നിങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിരിക്കും. ഒരു സൈഡിൽ എനിക്ക് ജെന്യൂൻ ആയിട്ടുള്ള ആളുകളെ വേണം എന്നുള്ള വിചാരം ഉണ്ടാവും. വേറൊരു സൈഡിൽ ഞാൻ വീണ്ടും വേദനിക്കപ്പെടരുത് എന്നൊരു വിചാരം ഉണ്ടാവും. അനിഴ നക്ഷത്രക്കാർക്ക് ആരോടും പറയാത്തൊരു പേടിയുണ്ട്. എന്നെ മാറ്റി നിർത്തുമോ എന്നൊരു പേടി നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ആളുകളെ നിങ്ങൾ വിശ്വസിക്കും. അവരെ സൈലൻ്റായിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യും. നിങ്ങൾ ലൗഡായിട്ട് നിങ്ങളുടെ പ്രണയം പറയില്ല. ഒരു തവണ ഹേർട്ട് കൊടുത്താൽ വിട്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. പുറത്ത് ഫ്രണ്ട്ഷിപ്പ്, ഉള്ളിൽ ലോയൽറ്റി. അതാണ് അനിഴ നക്ഷത്രം.